അങ്ങനെ സൗമ്യയും നമ്മളിവിടെ അതിൻ്റെ ഭാഗമായി തിരികൊളുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊളുത്താണ് കേസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേസ്. ഇന്ന് ഡിസംബർ 4-ാം തീയതി വൈകുന്നേരമാണ് കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ബ്രിട്ടീഷ് ബ്രിഡ്ജാണ് കേട്ടോ. നമ്മൾ ബ്രിട്ടീഷ് ബ്രിഡ്ജിൻ്റെ അടുത്താണ് പാലക്കാടുള്ള. അപ്പോൾ റൈറ്റ് തിരിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോണത് നമ്മുടെ ഇന്ന് കാർത്തിക വിളക്കാണല്ലോ. അപ്പോൾ തിരുവാലത്തൂർ രണ്ടുമൂർത്തി ക്ഷേത്രമുണ്ട് കേട്ടോ കേസ്. അപ്പോൾ നേരെ നമുക്ക് പോകാം, ബ്രിട്ടീഷ് ബ്രിഡ്ജിൻ്റെ ഈ ഭാഗത്തുകൂടി നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ റൈറ്റ് കയറിയിട്ടാണ് പോണത്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തുകൂടി പോകാം കേട്ടോ. ഇത് കരിങ്കരപ്പുള്ളി കനാൽ സ്റ്റോപ്പാണ്. നമ്മൾ റൈറ്റ് കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലേ, ഇന്ന് വൈകുന്നേരം ആയതുകൊണ്ട് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഈ റൂട്ടിൽ കൂടെ പോയാലും നമുക്ക് നേരെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോകാട്ടതാണ്. പിന്നെ അതല്ലേ മലമ്പുഴ കനാൽ വെള്ളം തുറന്നിട്ട്, കനാൽ വെള്ളമൊക്കെ തുറന്നിട്ടാണ്. ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസം മുമ്പ് ഇങ്ങനെ വന്നപ്പോൾ കനാൽ വെള്ളമൊക്കെ തുറന്ന് ഇവിടെ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ആണ്, നമ്മുടെ വീടിൻ്റെ അപ്ഡേഷനാണ് കേട്ടോ കേസ്. അതായത് നമ്മൾ വീട് പണി തുടങ്ങി അത് മുതലുള്ള 2 പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കുറച്ചും കൂടി ഭാഗങ്ങൾ, അതായത് നമുക്ക് നമ്മുടെ വീട് പണി എങ്ങനെ തുടങ്ങിയത് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേസ് നമ്മുടെ ചാനലിൽ വരുന്നത്. കാണാത്തവരെന്തായാലും ഒന്ന് കാണണം. നമ്മുടെ ഒരു സന്തോഷമാണ് കേട്ടോ കേസ് ആ വീഡിയോയിൽ ഞങ്ങൾ പറയണതും കാണിക്കണതൊക്കെ. അപ്പോൾ ഈ വഴി നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ തിരുവാലത്തൂർ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രത്തിൽ എത്താൻ പറ്റും. കാർത്തിക വിളക്കിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. പിന്നെ എന്താ പറയുക, നല്ല തിരക്കാണ് കേട്ടോ. അന്ന് അവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ തവണ കാർത്തിക വിളക്കിന് ഞങ്ങൾ വന്നിട്ട് അവിടെയൊക്കെ ദീപം തെളിയിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതിന് വേണ്ടിയിട്ട് നേരത്തെ ഇറങ്ങിയില്ല കേസ്. കഴിഞ്ഞ തവണ ഞങ്ങൾ വീട്ടിൽ വിളക്കൊക്കെ വെച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇന്ന് അതിന് മുമ്പേ ഇറങ്ങിയിട്ട് അവിടെ എത്തിയിട്ട് നമുക്ക് അതിൻ്റെ ഇത് നോക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രസിദ്ധമായ ബ്രിട്ടീഷ് ബ്രിഡ്ജ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഈ വഴിയും അമ്പലത്തിലേക്ക് പോകാം. അന്ന് നല്ല തിരക്കാണ്. പിന്നെ ഈവനിങ് ഇവിടെയൊക്കെ എങ്ങനെയാണ് കേട്ടോ, നല്ല എന്താ പറയുക, ആളുകളൊക്കെ വന്ന് ഇങ്ങനെ സമയം ചിലവഴിക്കാൻ ഒരു പ്രത്യേക വൈബാണ് ഇവിടെ, ആ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വന്നിരിക്കാനേ. അപ്പോൾ ഇന്ന് ഈ തിരക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ഇതിലൂടെ ആളുകൾ വീട്ടിലേക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ പാലത്തിൻ്റെ മേലെ കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നേരെ പോകണം, എന്നിട്ട് റൈറ്റ് കയറി കഴിഞ്ഞാൽ നേരെ ഒരു പാലമുണ്ട്, അത് കയറി ലെഫ്റ്റ് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റുന്നത് കേട്ടോ. നോക്കാം. അപ്പോൾ ഈ ഭാഗത്തെ നല്ല രസമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള എന്താ പറയുക കാഴ്ചകളാണ്. അതൊക്കെ പാടങ്ങളും തെങ്ങുകളും, നിരനിരയായി നിൽക്കുന്ന തെങ്ങുകൾ, പാടങ്ങൾ. ഇത് ചെറിയൊരു കുഞ്ഞു വീട് അല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുഞ്ഞു വീടാണെങ്കിലും നല്ല കാണാൻ നല്ല വൈബുള്ള സ്ഥലം. പോകണം, നമുക്ക് കുറച്ചുകൂടി പോകണം. നമ്മൾ അങ്ങനെ പോയാലാണ് നമുക്ക് തിരുവാലത്തൂർ ക്ഷേത്രം എത്തുക കേട്ടോ. ഇപ്പം എല്ലാ വീടുകളിലും മതിലിൻ്റെ മേലെയൊക്കെ കണ്ടില്ല, ഇതാ ഇവിടെയൊക്കെ കൊളുത്തി കഴിഞ്ഞു കേട്ടോ. ഈ ഭാഗത്തൊക്കെ അവിടെ എത്തില്ല. വണ്ടി അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ തന്നെ കാണുന്നുണ്ട് കേട്ടോ, കുറേ വണ്ടികൾ വരിവരിയായി നിൽക്കുന്നത് കാണാം. അതാ നോക്കാം, ആ ഒരു വീട് നല്ല ഭംഗിയുണ്ട്. നല്ല രസമുണ്ടല്ലേ ഈ ഭാഗത്തൊക്കെ. ഇവിടെ മുതലേ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ലേ, അവിടെയാണ് തിരുവാലത്തൂർ രണ്ടുമൂർത്തി ക്ഷേത്രം കേട്ടോ. ഇതേ പോകണം, നമുക്ക് ഇതേ പോകണം. ഈ ഭാഗത്ത് കൂടിയിട്ടാണ് പോകേണ്ടത് കേട്ടോ. കലക്ഷൻ ആയതുകൊണ്ട് ഓരോ ബോർഡുകളും അവിടെ വെച്ചിട്ടുണ്ട്. അറ്റം വരെ ഒന്നും പോകാൻ പറ്റില്ല കേട്ടോ സൗമ്യന്ന്. അമ്പലത്തിൻ്റെ അവിടെ വരെ പോകാൻ പറ്റുമോ?
ഇവിടെ നിർത്തിയിട്ട് നമ്മൾ അന്ന് നിർത്തിയ പോലെ അവിടെ പോയിട്ട് നിർത്തിയിട്ട് അവിടെ പോവാം. അവിടെ നിർത്തിയിട്ട് കുറച്ച് നടക്കാനാണെങ്കിലും കുഴപ്പമില്ല, നടക്കാം അല്ലേ കട്ടി. എവിടെയാണ് പാർക്കിംഗ്? ആയി നോക്ക്, മുട്ടായി വരുമ്പോ വാങ്ങാം. ഇത് നോക്ക്, അങ്ങനെ നമ്മൾ തിരുവാലത്തൂർ ക്ഷേത്രം എത്തി. അകത്ത് പോയി തൊഴുതിട്ട് വരാം അല്ലേ? വേണ്ട വേണ്ട. ഓ യാ ഗുരുദേനോ. കഴിഞ്ഞ തവണ നമ്മൾ ഇവിടെയാണ് കയറ്റി നിർത്തിയത്. നല്ല തിരക്കാണല്ലോ, അടിപൊളി. അപ്പോൾ ഇതാണ് കേട്ടോ കേസ് നമ്മുടെ തിരുവാലത്തൂർ ശ്രീ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രം. നമുക്ക് അകത്തേക്ക് പോകട്ടെ. നല്ല തിരക്കാണ്. ദീപം തെളിയിക്കാൻ തുടങ്ങും 6:15. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാട്ടെ. അടിപൊളിയാണ്. ഞങ്ങൾ അവിടെ കോല വിട്ടുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിൽ. കൊളുത്താൻ തുടങ്ങിയ പോവാം കേട്ടാ. അപ്പൊ എല്ലാവർക്കും നമുക്ക് കൊളുത്താനുള്ളതൊക്കെ ഇവിടുന്ന് കിട്ടണ്ട. അപ്പൊ അതിന്റെ തിരക്കാണ്. ആളുകൾ ഇവിടുന്ന് നമുക്ക് ഇതൊക്കെ വാങ്ങാൻ പറ്റണ്ട അല്ലേ? മനസ്സിലുദ്ദേശിച്ച വ്യത്യസ്ത കാര്യങ്ങൾ അടുത്ത ഒരു വർഷത്തിനകം അടുത്ത ജനദീപമായ അടുത്ത വർഷം നവംബർ മാസം 25-ാം തീയതി ഇതേപോലെ നവംബർ മാസം 2026 കാർത്തിക ദീപം കൊടുക്കുവാൻ എല്ലാവരും അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദീപങ്ങളും നമ്മളുടെ മനസ്സിന്റെയും കുടുംബത്തിന്റെയും ശാശ്വത സമാധാനത്തിനും ആരോഗ്യ അഭിവൃദ്ധിക്കുമായി പ്രാർത്ഥനയോടെ നിങ്ങൾ ദീപം കൊടുക്കുവാൻ. ഇങ്ങനെ സൗമ്യം നമ്മളിവിടെ അതിന്റെ ഭാഗമായി തിരികൊളുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊളുത്താണ്ട കേസ്. ഞങ്ങൾ ക്ഷേത്രത്തിനകത്ത് വന്നു കേട്ടോ. 6:15 ആകുമ്പോഴേക്കും നമ്മുടെ ദീപം തെളിയിക്കാനൊക്കെ തുടങ്ങി. എല്ലാ ഭക്തജനങ്ങളും കണ്ടില്ലേ, ഓരോ കമ്പിൽ നമ്മൾ അവിടെ നിന്ന് തന്നെ ഇത് തരും കേട്ടോ, നമ്മുടെ ഈ തിരി തരും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഇതാകുന്നുണ്ട്, ഇവരൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ നമുക്ക് എല്ലാത്തിനും ദീപമൊക്കെ തെളിയിക്കാൻ പറ്റും. സൗമ്യ വന്നിട്ട് 2 വരിയിൽ ഇവിടെ വന്ന് കൊളുത്തിയിട്ടാ. ഞാൻ അതിൻ്റെ മേലെ കയറി നിൽക്കുകയായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടേ. ഫേസ്ബുക്കിൽ ഒന്ന് ലൈവ് ഇട്ടു. ആഹാ, അവിടെ നല്ല രസമുണ്ട്. നോക്ക്, നല്ല ഭംഗിയിലാണ് കേട്ടോ അവിടെ. എന്താ പറയുക, ദീപങ്ങൾ തെളിയിച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ? ഇവിടെ പ്രസാദ കൗണ്ടറാണ് റൈറ്റ് സൈഡ്. പ്രസാദം വേണമെങ്കിൽ നമുക്ക് അപ്പവും പായസമൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇത് കണ്ടേ ആ ഭാഗത്ത്. നിൽക്ക് ഒരു പാട്ട്.